ശ്രീകൃഷ്ണൻ തലകുനിച്ച ആയുധത്തെക്കുറിച്ച് അറിയാമോ? മഹാഭാരത യുദ്ധം നടക്കുന്നതിന് ഇടയിൽ തന്റെ മകൻ മരിച്ചുവെന്ന് യുധിഷ്ഠിരന്റെ പ്രസ്താവന വിശ്വസിച്ച് ദ്രോണാചാര്യർ ആത്മഹത്യ ചെയ്തു. തന്റെ പിതാവ് വഞ്ചനയിലൂടെ കൊല്ലപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ അശ്വത്ഥാമാവ് തന്റെ നാരായണാസ്ത്രം പാണ്ഡവരുടെ മേൽ പ്രയോഗിച്ചു. ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു അജയ്യ ആയുധമായിരുന്നു അത്. പാണ്ഡവരുടെ മേൽ അസ്ത്രം പതിച്ചപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അവരോട് പറഞ്ഞു, ആ ആയുധത്തിനു മുന്നിൽ തല കുനിച്ച് നിൽക്കൂ. തൽഫലമായി യുദ്ധക്കളത്തിൽ ഉണ്ടായിരുന്ന മറ്റെല്ലാ യോദ്ധാക്കളോടൊപ്പം പാണ്ഡവരും സാഷ്ടാംഗം പ്രണമിച്ച് ആദരവോടെ തലകുനിച്ചു. ഭഗവാൻ കൃഷ്ണൻ പോലും വിനയാൻവിതനായി വണങ്ങി. എതിർക്കാൻ ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ നാരായണാസ്ത്രം പിന്നോട്ട് തിരിഞ്ഞു. അത് വന്ന പാതയിലൂടെ തന്നെ പിൻവാങ്ങി. അതുപോലെ നമ്മുടെ സ്വന്തം ജീവിതത്തിലും ചില സമയങ്ങളിൽ എതിർത്തു നിൽക്കുന്നതിനു പകരം നാം വഴങ്ങി വിനയത്തോടെ മാറി നിന്നാൽ നമ്മുടെ ജീവിതം കൂടുതൽ യോജിപ്പോടെ വികസിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ശ്രീകൃഷ്ണനെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഓം ശ്രീകൃഷ്ണ കമന്റ് ചെയ്യൂ.